50 വർഷമായി ചങ്ങനാശ്ശേരിയുടെ അവസ്ഥ നിശ്ചലാവസ്ഥയാണ്. 50 വർഷത്തിനിടയിൽ ചങ്ങനാശ്ശേരിയിൽ ആകെ വന്നിട്ടുള്ളത് ഒരു ബൈപ്പാസ് മാത്രമാണ്. അത് 50 വർഷം മുമ്പ് മുതൽ ബൈപ്പാസ് വരും എന്ന് പറഞ്ഞു. 50 വർഷം കഴിഞ്ഞപ്പം ബൈപ്പാസ് വന്നു. ഒരു വലിയ സംഭവമായിട്ടാണ് പറയും. കാരണം അവിടെ ഉണ്ടായിരുന്ന KSRTCയാണ്. പുതിയതായിട്ട് അവിടെയൊന്നും വന്നിട്ടില്ല. സ്റ്റേഡിയം PP ജോസ് സ്ഥാപിച്ച സ്റ്റേഡിയത്തിൽ പെയിൻ്റ് അടിച്ചിട്ട് പുതിയതായിട്ട് അതിന് ഉദ്ഘാടനം നടത്തി. അപ്പോൾ അത് പുതിയതായിട്ട് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ചങ്ങനാശ്ശേരിയിലെ NDA സ്ഥാനാർത്ഥി B. രാധാകൃഷ്ണ മേനോൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പത്രിക ഒക്കെ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? 100% വിജയപ്രതീക്ഷയിലാണ്. ചങ്ങനാശ്ശേരിയുടെ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ അന്തരീക്ഷവും NDAക്ക് വിജയത്തിന് പാകപ്പെട്ടിരിക്കുന്നു. NDA മുന്നണിക്ക് വിജയിക്കാൻ തക്ക രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പത്രിക സമർപ്പിച്ചതിന് ശേഷം 100% ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ ഏരിയ പ്രസിഡന്റുമാരടക്കമുള്ള പ്രധാന ആൾക്കാർ ഇന്നും നാളെയൊക്കെ നടക്കേണ്ട തുടർന്ന് മണ്ഡലം ഏരിയ തലത്തിലുള്ള കൺവെൻഷനുകൾ, മണ്ഡലം കൺവെൻഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആസൂത്രണം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ കേരളത്തിൽ ഇത്തവണ കുറേ അധികം സീറ്റുകൾ BJP നേടുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചങ്ങനാശ്ശേരിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിയിൽ ഉജ്ജ്വല വിജയത്തിനുള്ള പശ്ചാത്തലമാണ് ഒരുങ്ങിയിരിക്കുന്നത്. മാറുന്ന കേരളത്തിൽ ചങ്ങനാശ്ശേരി മാറും. ആ ഒരു പശ്ചാത്തലം രൂപപ്പെട്ടിരിക്കുന്നു. കാരണം ചങ്ങനാശ്ശേരിയുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു സമാനതകളില്ലാത്ത ഉദാഹരണമാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ ഈ പ്രദേശത്ത് ഇരു മുന്നണിക്കും ഒപ്പം അല്ല, അതിനപ്പുറത്തേക്കുള്ള വ്യക്തിബന്ധങ്ങളും ഒപ്പം സംഘടനാ തലത്തിൽ ഇവിടുത്തെ മുഴുവൻ പ്രദേശത്തും അതിശക്തമായ NDAയുടെ സംഘടനാ സംവിധാനം, പ്രത്യേകിച്ച് BDJS കൂടി ഒപ്പമുള്ളപ്പോൾ ഇന്നലെ അവരുടെയും കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് 100 കണക്കിന് ആളുകളെ അവർ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഞങ്ങൾക്കൊപ്പം തന്നെ NDA വളരെ സുശക്തമായി പ്രവർത്തന പന്ഥാവിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയേറെ ആത്മവിശ്വാസമുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മൾ ചങ്ങനാശ്ശേരി പുറകോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ, എങ്ങനെയാണ് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുക? ചങ്ങനാശ്ശേരിയിൽ 5 വർഷത്തെ വികസനമല്ല, 50 വർഷമായി ചങ്ങനാശ്ശേരിയുടെ അവസ്ഥ ഏതാണ്ട് നിശ്ചലാവസ്ഥയാണ്. 50 വർഷത്തിനിടയിൽ ചങ്ങനാശ്ശേരിയിൽ ആകെ വന്നിട്ടുള്ളത് ഒരു ബൈപ്പാസ് മാത്രമാണ്. അത് 50 വർഷം മുമ്പ് മുതൽ ബൈപ്പാസ് വരും എന്ന് പറഞ്ഞു. 50 വർഷം കഴിഞ്ഞപ്പം ബൈപ്പാസ് വന്നു. ഇപ്പോൾ അതേപോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ വരും എന്ന് പറയുന്നു എന്നതിനപ്പുറത്ത് ഒന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, ഏതോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട KSRTC അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു പുനർനിർമ്മാണം നടത്തിയത് ഒരു വലിയ സംഭവമായിട്ടാണ് പറയും. കാരണം അവിടെ ഉണ്ടായിരുന്ന KSRTCയാണ്. പുതിയതായിട്ട് അവിടെയൊന്നും വന്നിട്ടില്ല. സ്റ്റേഡിയം PP ജോസ് സ്ഥാപിച്ച സ്റ്റേഡിയത്തിൽ പെയിൻ്റ് അടിച്ചിട്ട് പുതിയതായിട്ട് അതിന് ഉദ്ഘാടനം നടത്തി. അപ്പോൾ അത് പുതിയതായിട്ട് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ കാലങ്ങളായിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഉണ്ടായിരുന്നവയെ പെയിൻ്റ് അടിച്ച് അവതരിപ്പിക്കുകയല്ല, മറിച്ച് ചങ്ങനാശ്ശേരിയുടെ യഥാർത്ഥത്തിൽ ഉള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം. അതാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ വിദ്യാഭ്യാസ ഹബ്ബായിട്ടുള്ള പ്രദേശമായിരുന്നു പുരാതന കാലത്ത്. SB കോളേജിൻ്റെ ചരിത്രവും NS കോളേജിൻ്റെ ചരിത്രവുമൊക്കെ ഈ നാട്ടിലേക്ക് ഇവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചു പോയ ധാരാളം ആളുകളുണ്ട്. പക്ഷേ ആ ഒരു അന്തരീക്ഷത്തെ കൂടുതൽ മുന്നോട്ട് പോകാൻ എത്രമാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. വിദേശ യൂണിവേഴ്സിറ്റികളടക്കം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ആ തരത്തിലുള്ള സ്ഥാപനങ്ങളെ കൊണ്ടുവരാൻ എത്ര എണ്ണം നമുക്ക് സാധിച്ചു. ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ പുറത്ത് പോകേണ്ട സാഹചര്യം, ഇനി പഠിച്ച കുട്ടികൾക്ക് ജോലി വേണമെങ്കിൽ പുറത്ത് പോകേണ്ട സാഹചര്യം. അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരണം. അടിസ്ഥാനപരമായി ചങ്ങനാശ്ശേരിയിൽ മാറ്റം വരണമെങ്കിൽ ഞാനിന്നലെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സ്ഥാനാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിയിൽ പറഞ്ഞു, NDA ഈ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP NDA മുന്നണി ചങ്ങനാശ്ശേരിയിൽ വിജയിച്ചാൽ ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായ മാറ്റുന്നതിന് ഉതകുന്ന, ഇവിടെ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമാണ് ഇവിടെ IT പാർക്കുള്ളത്. ഇപ്പോൾ ഈ നാട്ടിലെ കുട്ടികൾക്ക് ആ രംഗത്ത് പോകണമെങ്കിൽ എത്രയോ അകലെ പോകണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചങ്ങനാശ്ശേരി പോലെയുള്ള വിദ്യാഭ്യാസപരമായി അനന്തമായ സാധ്യതകൾ, ഈ സാധ്യതകളുള്ള പ്രദേശത്ത് IT പാർക്ക് അടക്കമുള്ള ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതിന് തുടർന്ന് തൊഴിൽ സംവിധാനങ്ങളും, IT പാർക്ക് പോലെയുള്ള തൊഴിൽ സാധ്യതയും ഇത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ അത് NDAക്ക് മാത്രമേ കഴിയൂ. കാരണം ഇച്ഛാശക്തിയോടെ ഈ കാര്യം. അതുപോലെ ചങ്ങനാശ്ശേരിയുടെ ടൂറിസം സാധ്യത, അവിടെ ബോട്ട് ജെട്ടിയുടെ അവസ്ഥ നമുക്കറിയാം. വളരെ ദുരന്തപൂർണമായി കിടക്കുന്ന സാഹചര്യം. KC പാലം ഉള്ളതുകൊണ്ട് ബോട്ട് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
എത്ര വർഷമായി കെ സി പാലത്തിൻ്റെ കഥ പറയാൻ തുടങ്ങിയിട്ട്? 95 96 കെട്ടിയ പാലം ഇന്ന് പൊളിക്കും, നാളെ പൊളിക്കും, മാറ്റം വരുത്തും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കെട്ടിയതും അവർ പൊളിക്കുന്നു പറയുന്നു വരെ എന്ന് പറഞ്ഞാൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ അവരുടെ വ്യക്തിപരമായോ പ്രാദേശികമോ ഉള്ള താല്പര്യത്തിലാണ് കാലങ്ങളായി ചങ്ങനാശ്ശേരിയുടെ വികസനം മുന്നോട്ട് പോകുന്നത്. അവരുടെ ആ കാഴ്ചപ്പാടില്ലായ്മ അതാണ് കെ സി പാലം ഒഴിവാക്കിക്കൊണ്ട് ബോട്ട് വരാനുള്ള തടസ്സം. തീർച്ചയായിട്ടും ആ എ സി കനാൽ ആഴം കൂട്ടി കെ സി പാലം ഒഴിവാക്കി ഈ ബോട്ട് ജെട്ടിയിലേക്ക് ഹൗസ് ബോട്ട് വരെ വരുന്ന സാഹചര്യം ഉണ്ടാവണം. ചെത്തിപ്പുഴക്കടവ് വികസിക്കണം. ചെത്തിപ്പുഴക്കടവ് അടക്കമുള്ള ആ പ്രദേശങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുമരകത്തും ആലപ്പുഴയിലും എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാൻ ഉതകുന്ന തരത്തിൽ ചങ്ങനാശ്ശേരിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം. ചങ്ങനാശ്ശേരിയുടെ പൗരാണികമായ പാരമ്പര്യമുള്ള കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ, അതൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ആളുകൾ വരുന്ന സാഹചര്യം രൂപപ്പെടുത്തണം. അങ്ങനെ സമഗ്രമായ വികസനം ചങ്ങനാശ്ശേരിയിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. നരേന്ദ്രമോദി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന, അന്തർദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഭാരതത്തെ കൊണ്ടുപോകുന്ന ആ ഭരണകൂടത്തിൻ്റെ പദ്ധതികളും പരിപാടികളും ചങ്ങനാശ്ശേരിയിലെത്തിക്കാൻ ഇവിടെ തീർച്ചയായിട്ടും MLA എന്നുള്ള നിലയിൽ ഒരു ഡബിൾ എൻജിൻ MLA എന്നുള്ള നിലയിൽ, കാരണം കേന്ദ്രവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഒരുപോലെ കാര്യം ചെയ്യാൻ സാധിക്കുന്ന, ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഇന്നത്തെ സാഹചര്യത്തിൽ BJP തന്നെ NDA നേതൃത്വം കൊടുക്കുന്ന നിർണായകമായ ഒരു സർക്കാർ തന്നെ സംസ്ഥാനത്ത് രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം NDA വിഭാവനം ചെയ്താണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിൽ വരാം. ഏതായാലും ചങ്ങനാശ്ശേരിയിൽ ഈ കഴിഞ്ഞ പ്രാദേശിക താല്പര്യങ്ങളിൽ വന്നിട്ടുള്ള ആ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദേശീയ താല്പര്യവുമായി ചേർന്ന് നിൽക്കുന്ന വീക്ഷണമുള്ള ആളുകൾ അധിവസിക്കുന്ന ചങ്ങനാശ്ശേരിയിൽ ദേശീയതയുടെ വികസന സാധ്യതകൾ, കേന്ദ്ര സർക്കാരിൻ്റെ വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് NDA. എല്ലാവിധ ആശംസകൾ. താങ്ക് യു. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ NDA സ്ഥാനാർത്ഥി B. രാധാകൃഷ്ണ മേനോനാണ് നമുക്കൊപ്പം ചേർന്നത്. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മറ്റ് തുടർ പ്രചരണങ്ങളിലേക്ക് ഇവർ കടക്കുകയാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.